السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈം വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാനും അതുപോലെ തന്നെ പൈശാചികമാകുന്ന ശല്യം, പൈശാചികമാകുന്ന ഷർറുകൾ മാറിക്കിട്ടാനുമൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളും, അതുപോലെ പല വീടുകളിലും കിണറിൽ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അങ്ങനെ കിണറ്റിൽ വെള്ളമുണ്ടാകാനും, വെള്ളമില്ലാത്ത കിണറിൽ വെള്ളം വർദ്ധിക്കാൻ, വെള്ളം ഉറവയെടുക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ ബറക്കത്തുണ്ടാകാൻ, അതുപോലെ തന്നെ മറ്റുള്ള ശത്രുക്കളുടെ ശല്യം ഭയപ്പെടുന്നവർക്ക് ആ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അതുപോലെ തന്നെ കുട്ടികൾക്ക് പാല് കൊടുക്കാനില്ലാതെ ബുദ്ധിമുട്ടുന്ന സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക് മുലപ്പാൽ വർദ്ധിക്കാൻ ആവശ്യമായ ചില അമലുകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സാഫാത്ത്, ആ സൂറത്തു സാഫാത്ത് 37-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് നമ്മൾ എഴുതി ഒരു പെട്ടിയിൽ സൂക്ഷിച്ചാൽ ആ വീട്ടിൽ ജിന്നിൻ്റെയും ശൈത്വാൻ്റെയും ശല്യം ഉണ്ടാവുകയില്ല, ഉള്ളത് മാറിക്കിട്ടുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂറത്തു സാഫാത്ത് ഒരു വെള്ള പേപ്പറിൽ എഴുതുക, നല്ലതുപോലെ എഴുതുക. ഒരു ദിവസം കൊണ്ട് എഴുതി തീർന്നെങ്കിൽ 2 ദിവസം കൊണ്ട് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 2-3 ദിവസം എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ സൂറത്തു സാഫാത്ത് വളുവോടുകൂടി ഇരുന്ന് ആ സൂറത്തു സാഫാത്ത് എഴുതിയെടുക്കുക. പണ്ട് ഞാൻ പറയാറുള്ളത് പോലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ പറ്റുകയില്ല, എഴുതിയെടുക്കുക തന്നെ വേണം. അങ്ങനെ സൂറത്തു സാഫാത്ത് എഴുതിയെടുത്തതിന് ശേഷം വീട്ടിൽ നല്ല ഒരു പെട്ടിയിൽ അത് സൂക്ഷിച്ചാൽ, വീടിനകത്തുള്ള പെട്ടിയിൽ അത് വെച്ചിരുന്നാൽ ജിന്നിൻ്റെ ശല്യം മാറിക്കിട്ടും, ശൈത്വാനിയത്ത് മാറിക്കിട്ടും. അതുപോലെ തന്നെ ജിന്നും ശൈത്വാനും ഒന്നും അവരെ ഉപദ്രവിക്കാൻ വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് സൂറത്തു സാഫാത്ത്. ഇനി അതുപോലെ തന്നെ സൂറത്തു സാഫാത്തിൻ്റെ 79-ാമത്തെ ആയത്ത്, സൂറത്തു സാഫാത്തിലെ 79-ാമത്തെ ആയത്ത് എല്ലാ ദിവസവും ഓതിയാൽ തേളിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല. തേള് പലവിധമുണ്ട്. കടിച്ചാൽ തന്നെ മരണപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള തേളുകളുണ്ട്. അതുപോലെ തന്നെ ചിലത് കടിച്ചാൽ അവിടെ നീര് വന്ന് വീർക്കും, വേദന ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ആ തേളിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ സൂറത്തു സാഫാത്തിലെ 79-ാമത്തെ ആയത്ത് സ്ഥിരമായി ഓതിയാൽ മതിയാകും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും നമ്മളെ തേള് കണ്ടിട്ട് പോലുമില്ല, നമ്മുടെ വീട്ടിൽ തേളില്ല. പക്ഷേ ചില പ്രദേശങ്ങളിലൊക്കെ തേളിൻ്റെ ശല്യമുള്ളവരുണ്ട്, തേള് ധാരാളമുള്ള ഏരിയകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ഓതിയാൽ അത് തേള് കടിക്കുകയില്ല, തേളിൻ്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആനിലെ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു സ്വാദ്. 38-ാമത്തെ സൂറത്താണ് സൂറത്തു സ്വാദ്. ഈ സൂറത്തിനെ കുറിച്ച് മഹാന്മാർ പറയുന്നു, സൂറത്തു സ്വാദിലെ 32-33 ആയത്തുകൾ ഓതി വല്ല വസ്തുവിലും ഊതിയിട്ട് അത് ശത്രുവിന് തിന്നാൻ കൊടുത്താൽ, വല്ല വസ്തു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഭക്ഷണ സാധനത്തിൽ, നമ്മുടെ കുടുംബത്തിലുള്ള ശത്രുവാണെങ്കിൽ, നമ്മൾ ഉപദ്രവിക്കുന്ന ശത്രുവാണെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? സൂറത്തു സ്വാദിലെ 32-33 ആയത്തുകൾ മന്ത്രിച്ച് അത് ഓതിയിട്ട് ഏതെങ്കിലും ഭക്ഷണ സാധനത്തിൽ മന്ത്രിച്ചൂതുക. ഈ ആയത്തുകൾ ഓതിയിട്ട് ഇഷ്ഫി എന്ന് ഊതുക. എന്നിട്ട് ആ ഭക്ഷണം തിന്നാൻ കൊടുത്താൽ അവർക്ക് ആപത്തൊന്നും സംഭവിക്കില്ല. നമുക്ക് ആപത്തൊന്നാകുന്നത് നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ. എന്താകും? അവർ നമ്മളെ സ്നേഹിക്കും. ശത്രു നമ്മളെ സ്നേഹിക്കുന്നവരായി മാറും. അത് നല്ല കാര്യമാണല്ലോ. നമ്മളോട് ശത്രുത വെച്ച് നടക്കുന്നവർ, നമ്മൾ നശിക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവർ, നമുക്കെതിരെ സിഹർ ചെയ്യുന്നവർ, അവരെ കുടുംബക്കാരാണെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടും. കുടുംബക്കാരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലും അവർ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഈ സൂറത്തു സ്വാദിലെ 32-33 ആയത്തുകൾ അത് ഓതിയിട്ട് ഏതെങ്കിലും ഭക്ഷണ സാധനത്തിലേക്ക് മന്ത്രിച്ചൂതുക. ഇഷ്ഫി എന്ന് മന്ത്രിച്ചൂതിയിട്ട് അവർക്ക് കഴിക്കാൻ കൊണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ശത്രു മിത്രമായി മാറും. അത് നല്ല കാര്യമാണ്. അല്ലാതെ അവർക്കൊന്നും പറ്റാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പാടില്ല. ആർക്കും ഒന്നും സംഭവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ തിരിച്ച് സിഹർ ചെയ്യുന്നവരായി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ശത്രു മിത്രമാവുക എന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത്. അതുപോലെ തന്നെ സൂറത്തു സ്വാദിലെ 42-ാമത്തെ ആയത്ത് അത് ഓതിയിട്ട് കിണറ്റിൽ നിന്ന് അല്പം വെള്ളം എടുക്കുക.
കിണറ്റിൽ വെള്ളം കുറവുള്ള കിണറായിരിക്കും. ആ കിണറ്റിൽ നിന്ന് അല്പം വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് സൂറത്തു സ്വാദിലെ 42-ാമത്തെ ആയത്തിനെ കുറേ പ്രാവശ്യം ഓതിയിട്ട് ഇഷ്ഫി എന്ന മന്ത്രം ചോദുക. എന്നിട്ട് ഈ വെള്ളം ആ കിണറ്റിൽ തന്നെ ഒഴിച്ചാൽ ആ കിണറ്റിൽ ധാരാളം ഉറവയുണ്ടാകുന്നതാണ്, വെള്ളം വർദ്ധിക്കുന്നതാണ്, പുതിയ പുതിയ ഉറവ ആ കിണറ്റിൽ വരുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പോൾ വെള്ളമില്ലാത്ത കിണറ്റിൽ വെള്ളം വർദ്ധിക്കാൻ ചെയ്യേണ്ട ഒരു അമലാണ് പറഞ്ഞു തന്നത്. എന്താണ്? സൂറത്തു സ്വാദിലെ 42-ാമത്തെ ആയത്ത് ഒരുപാട് പ്രാവശ്യം ഓതിയിട്ട് ആ കിണറ്റിൽ നമ്മൾ ഏത് കിണറ്റിലാണോ നമുക്ക് വെള്ളം കുറവുള്ളത് ആ കിണറ്റിൽ നിന്ന് അല്പം വെള്ളം എടുത്ത് അതിലേക്ക് മന്ത്രിച്ച് ഈ 42-ാമത്തെ ആയത്ത് മന്ത്രിച്ച് ഊതുക. എന്നിട്ട് ആ വെള്ളം കിണറ്റിലേക്ക് ഒഴിക്കുക. എന്നാൽ ആ കിണറ്റിൽ വെള്ളം വർദ്ധിക്കുക. അപ്പം ചിലർക്കൊരു സംശയം, തീരെ വെള്ളമില്ലാത്ത കിണറോ ഉസ്താദേ, അവിടെ എവിടുന്ന് വെള്ളം എടുക്കും? തീരെ വെള്ളമില്ലാത്ത കിണർ, ആ കിണറ്റിൽ വെള്ളം ഉണ്ടാകാൻ ആ കിണറ്റിൽ എങ്ങനെ വെള്ളം എടുക്കുന്നത്? എന്നിട്ടല്ലേ മന്ത്രിച്ചതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കും. അത് ഞാൻ വേറെ അമലുകൾ പറഞ്ഞിട്ടുണ്ട്. തീരെ വെള്ളമില്ലാത്ത കിണറ്റിൽ ചെയ്യേണ്ട അമലുകൾ, ആറ്റിലെ മണലിൽ മന്ത്രിച്ച് കിണറ്റിലിടാൻ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേൾക്കുക, അത് കേട്ട് അതുപോലെ ചെയ്യുക. ഇത് വെള്ളം ഉള്ള കിണറാണ്, പക്ഷെ വെള്ളം വളരെ കുറവാണ്, അതിൽ വെള്ളം വർദ്ധിക്കണം. അതിനുള്ള അമലാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അടുത്ത് നോക്കൂ, സൂറത്തു സുമർ പരിശുദ്ധമായ ഖുർആനിലെ 39-ാമത്തെ സൂറത്താണ്. ഇതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർന്നു കിട്ടാൻ, പ്രയാസങ്ങളെ മാറിക്കിട്ടാൻ ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു സുമർ. അതിലെ 67-ാമത്തെ ആയത്ത് നമ്മൾ ധാരാളമായി ഓതിയാൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. ഈ നോക്കൂ, തൊട്ടടുത്ത സൂറത്ത് സുമർ കഴിഞ്ഞാൽ സൂറത്തുൽ ഗാഫിറാണ്. നിങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാം കൂടെ പറയാൻ നിന്നാൽ ഒരു ക്ലാസ് ഒരുപാട് നീണ്ടുപോകും, നിങ്ങൾക്ക് കേൾക്കുന്നതിനും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. സൂറത്തുൽ ഗാഫിർ പരിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ സൂറത്താണ്. ഈ സൂറത്തുൽ ഗാഫിർ നമ്മുടെ അതിൽ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ, 1, 2, 3 ആയത്തുകളും അതുപോലെ ആയത്തുൽ കുർസിയും ചേർത്തി എഴുതി ഒരു കടലാസിൽ എഴുതിയിട്ട് അത് കടയിൽ വെച്ചാൽ കടയിൽ ബറക്കത്ത് ഉണ്ടാകും. അതുപോലെ ഒരു തോട്ടത്തിൽ കുഴിച്ചിട്ടാൽ അവിടുത്തെ കൃഷിയിൽ നല്ല ബറക്കത്തുണ്ടാകും, കൃഷി വർദ്ധിക്കും, ഫലം വർദ്ധിക്കും, ആ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വിളവ് ധാരാളമായി വർദ്ധിച്ചു കിട്ടും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ബറക്കത്തിന് ചെയ്യാം. സൂറത്തുൽ ഗാഫിർ എന്ത് ചെയ്യുക? സൂറത്തുൽ ഗാഫിറിലെ 1, 2, 3 ആയത്തുകൾ ഒരു വെള്ള പേപ്പറിൽ എഴുതുക. അതിനുശേഷം ആയത്തുൽ കുർസി എഴുതുക. എന്നിട്ട് ആ പേപ്പർ എന്ത് ചെയ്യുക? ഒരു കുപ്പി ചുരുട്ടി മടക്കിയിട്ട് ഒരു കുപ്പിക്കകത്താക്കി കുപ്പി ലോക്ക് ചെയ്യുക, കുപ്പി അടയ്ക്കുക. എന്നിട്ട് ഇത് കടയിൽ വെച്ചാൽ അവൻ്റെ കച്ചവടത്തിൽ, ആ കടയിൽ നല്ല ബറക്കത്തുണ്ടാകും. ഇനി തോട്ടത്തിൽ ആ കുപ്പി നമ്മളാ എഴുതിയത് കുപ്പിക്കകത്താക്കി അടച്ചു, ഈ കുപ്പി തോട്ടത്തിൽ കുഴിച്ചിട്ടാൽ ആ തോട്ടത്തിൽ വിളവ് ധാരാളമായി ഉണ്ടാകും, നല്ല ബറക്കത്തുണ്ടാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനിയും നിങ്ങൾ നോക്കൂ, മഹാന്മാർ പറയുന്നു, നമ്മളെ ശല്യം ചെയ്യുന്ന, നമുക്കെതിരായി ന്യായമല്ലാത്ത രൂപത്തിൽ നമ്മളോട് പ്രവർത്തിക്കുന്നവർ, അവരുടെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? സൂറത്തുൽ ഗാഫിറിലെ 44-ാമത്തെ ആയത്ത് സ്ഥിരമായി ഓതുക. ഇതൊക്കെ ഖുർആൻ എടുത്ത് ഓരോ ആയത്തുകൾ കണ്ടുപിടിച്ചെന്നും ഓതുക എന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ ഡയറിയിൽ കുറിച്ച് വെച്ചിട്ട് ഈ ആയത്തുകൾ ഡയറിയിലേക്ക് എഴുതിയെടുക്കണം. അതിൻ്റെ എന്തിനാണോ ഇത് ചൊല്ലുന്നത് എന്ന് അതിനെഴുതണം. ഇത് ബറക്കത്തിന്, അതല്ലെങ്കിൽ കിണറ്റിൽ വെള്ളമുണ്ടാകാൻ, പിശാചിൻ്റെ ഷർറ് മാറാൻ, അതുപോലെ തന്നെ സമ്പത്ത് വർദ്ധിക്കാൻ, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള മുലപ്പാൽ വർദ്ധിക്കാൻ എന്നൊക്കെ ഹെഡിങ് ഇട്ടിട്ട് ഈ ആയത്തുകൾ നിങ്ങൾ എഴുതിയെടുക്കണം. എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓതാൻ പറ്റും. അപ്പോൾ നമ്മളെ ശല്യം ചെയ്യുന്നവരുടെ ഷർറിൽ നമുക്ക് രക്ഷപ്പെടാൻ സൂറത്തുൽ ഗാഫിറിലെ 44-ാമത്തെ ആയത്ത് ധാരാളമായി ഓതിയാൽ അത് സാധിക്കുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഇത് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനില്ലാതെ വിഷമിക്കുകയും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പൊടിയൊക്കെ വാങ്ങി കലക്കി, ലാക്ടോജനൊക്കെ വാങ്ങി കലക്കി കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കേടാണ്, കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാകും. അതുകൊണ്ട് മുലപ്പാൽ തന്നെ കൊടുക്കണം, ഏറ്റവും ആരോഗ്യത്തിന് അത് നല്ലതാണ്. ഇനി മുലപ്പാൽ ഉള്ള സ്ത്രീകൾ പോലും കൊടുക്കുകയില്ല, സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. 2 വർഷം അവർക്ക് അവകാശപ്പെട്ടതാണ്. 2 വർഷം മുലപ്പാൽ ആ കുഞ്ഞുങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നമ്മൾ തടയാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കണം. നിങ്ങളുടെ ഒരു സൗന്ദര്യം പോവുകയില്ല, അള്ളാഹു തആല ബറക്കത്ത് നൽകുന്നതാണ്. അതുകൊണ്ട് മുലപ്പാൽ വർദ്ധിക്കാൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവരുണ്ട്, ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരുമുണ്ട്. കൊടുക്കാൻ മുലപ്പാൽ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർ അവരെന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഗാഫിറിലെ 79, 80, 81 എന്നീ ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതി അത് വെള്ളം കൊണ്ട് മായിച്ച് നമ്മൾ കുടിച്ചാൽ, ആ സഹോദരിമാർ കുടിച്ചാൽ
അവർക്ക് പാല് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? സൂറത്തുൽ ഗാഫിറിലെ 79, 80, 81 ആയത്തുകൾ പിഞ്ഞാണം എഴുതണം. അപ്പോൾ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അറിയുന്നവരെ കൊണ്ട് എഴുതിച്ച് അത് വെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് അത് കുടിക്കുക. കുടിച്ചാൽ ഇതിന് പരിഹാരമാകുന്നതാണ്. ഇനി നോക്കൂ, തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു ഫുസ്സിലത്ത്. സൂറത്ത് ഫുസ്സിലത്ത് ആ സൂറത്ത് 41-ാമത്തെ സൂറത്താണ്. ഈ സൂറത്തിനെ അധികം ഓതുന്നത് കൊണ്ട് വളരെ സന്തോഷം കാണാം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അധികമായി നമ്മൾ ഓതിയാൽ വളരെ സന്തോഷം നമുക്കുണ്ടാകും എന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും, കുടുംബത്തിൽ സന്തോഷമുണ്ടാകും, അങ്ങനെ എല്ലാം കൊണ്ടും റാഹത്തായി മാറും എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. തൊട്ടടുത്ത സൂറത്ത് എന്താ? സൂറത്തുൽ ഫുസ്സിലത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തു ശൂറ. സൂറത്തു ശൂറ ആ സൂറത്ത് എന്തിനൊക്കെ ഉപകരിക്കും? മഹാന്മാർ പഠിപ്പിക്കുകയാണ്, എല്ലാ ശല്യങ്ങളിൽ നിന്നും, അത് മനുഷ്യരുടെ ശല്യമായാലും പിശാചിൻ്റെ ശല്യമായാലും ജിന്നൽ ശല്യമായാലും എല്ലാ ശല്യങ്ങളിൽ നിന്നും രക്ഷ കിട്ടാൻ എന്ത് ചെയ്യണം? ഈ സൂറത്തു ശൂറ, ഈ സൂറത്തിനെ എഴുതി നമ്മൾ ശരീരത്തിൽ ധരിച്ചാൽ എല്ലാ മനുഷ്യരുടെ ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ്, എല്ലാ ഷർറുകളിൽ നിന്നും നമുക്ക് രക്ഷയുണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇനി നോക്കൂ, ഈ സൂറത്തു ശൂറ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ, വിദൂരമായ യാത്ര ചെയ്യുമ്പോൾ, യാത്രയിൽ അമിതമായ ദാഹം കൊണ്ട് ബുദ്ധിമുട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം? സൂറത്തു ശൂറ ഈ സൂറത്ത് എഴുതി മായ്ച്ചു കുടിച്ചാൽ അവൻ്റെ യാത്രയിൽ ദാഹം വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അടുത്തതായി പറയുന്നു, സൂറത്തു ശൂറ എല്ലാ പ്രയാസങ്ങളും തീരാൻ ഉപകരിക്കുന്നതാണ്. ഏത് പ്രയാസവും തീർന്നു കിട്ടാൻ, മാറിക്കിട്ടാൻ ഈ സൂറത്ത് ഉപകാരമാണ്. ഈ സൂറത്തിലെ 1, 2, 3 ആയത്തുകൾ സുബൈക്ക് ശേഷം അധികമായി ധാരാളമായി ഓതിയാൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ സൂറത്ത് ശൂറയിലെ 1, 2, 3 ആയത്തുകൾ സുബൈക്ക് ശേഷം കുറച്ച് ധാരാളമായി ഓതുക, എന്നിട്ട് ദുആ ഇറക്കുക, എന്നാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ റിസ്ഖ് വർദ്ധിക്കാൻ സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്ത്, സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്ത് ധാരാളമായി ഓതിയാൽ അവന് റിസ്ഖ്, അവൻ്റെ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകുന്നതാണ്. ഭക്ഷണത്തിൽ വിശാലത എന്ന് പറയുമ്പോൾ പട്ടിണി ഉണ്ടാവുകയില്ല, ദാരിദ്ര്യം വരികയില്ല എന്നർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാരിദ്ര്യം വരാതിരിക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മറ്റൊന്നെന്താണ്? സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ പതിവാക്കുക, എന്നാൽ ദാരിദ്ര്യം വരികയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ സമ്പത്ത് വർദ്ധിക്കാൻ എന്ന് പറഞ്ഞ് നമുക്ക് ദിക്ർ പറഞ്ഞു എന്നൊക്കെ ഇത് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അപ്പം നമുക്ക് സമ്പത്തും വേണം, സൗന്ദര്യവും വേണം, അതുപോലെ തന്നെ കുടുംബത്തിൽ ബറക്കത്ത് വേണം. ഇതൊക്കെ നല്ലതാണ്. ആഖിറം നമുക്ക് വേണം. ആഖിറം വേണം എന്നതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല. പക്ഷെ ഇതിൻ്റെ പിന്നാലെ കൂടുമ്പോൾ ആഖിറം നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് മാത്രമേ ഉള്ളൂ. സമ്പത്തിൻ്റെ പിന്നാലെ ഓടുമ്പോൾ ആഖിറം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ചിലരൊക്കെ കമൻ്റ് ഇട്ട് ചോദിക്കുന്നു, അവർക്ക് എന്തുകൊണ്ടാണെന്നറിയില്ല അങ്ങനെ ചോദിക്കുന്നത്. അവർക്ക് അറിവില്ലാത്തത് കൊണ്ടാണോ, അതോ ഇനി സുന്നത്തെ ജമാഅത്തിൻ്റെ ആൾക്കാരല്ലാത്തത് കൊണ്ട് ഉസ്താദുമാരെ ഇത് പ്രസംഗത്തിൽ കയറി കമൻ്റ് ഇടുന്നതാണോ എന്നറിയില്ല. എന്തിനാ സമ്പത്ത്, എന്തിനാ ഇതൊക്കെ പറയുന്നത്? ആഖിറം പോരെ, മറ്റേ അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറയുന്നവരുണ്ട്. വേണ്ടേ? ആഖിറം മാത്രം മതിയോ? അങ്ങനെ പിന്നെ കല്യാണം കഴിച്ച എന്തിനാ? ഭാര്യയ്ക്ക് മകൻ ചിലവ് കൊടുക്കണ്ടേ? അവർക്ക് വീട് വെക്കണ്ടേ? സഞ്ചരിക്കാൻ വാഹനം വേണമെന്നൊക്കെ ഹബീബായ തങ്ങൾ പറഞ്ഞു തന്നതല്ലേ? അങ്ങനെയെങ്കിൽ ആഖിറം മാത്രം ഉദ്ദേശിച്ച് ഇബാദത്തുമായിട്ട് വീടിൻ്റെ മൂലയിൽ മാത്രം ഇരുന്ന് അവർക്ക് ചിലവ് കൊടുക്കാൻ പറ്റുമോ? ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അവരെ വാഹനം വേണമെന്ന് പിന്നെ എന്തിനാ റസൂലുള്ളാഹി പറഞ്ഞത്? ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചിലരൊക്കെ പ്രസംഗത്തിൽ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കഷ്ടപ്പാടിലായിരുന്നു, പാവപ്പെട്ടവരായിരുന്നു, ഭക്ഷണം കഴിക്കാൻ ഇല്ലായിരുന്നു എന്നൊക്കെ. മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് മുഴുവൻ ഹബീബായ തങ്ങൾക്കാ കൊടുത്തിട്ടുള്ളത്. മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷേ ആ സമ്പത്തൊക്കെ പാവങ്ങൾക്ക് വിതരണം ചെയ്തു തീർത്തു, ദീനിന് വേണ്ടി ചെലവഴിച്ച് തീർത്തതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അതിലേക്ക് കൂടുതലായി കടന്നു പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. എല്ലാവരും എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ഇറക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായി മനസ്സിലാക്കി ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.